Hey, all my beautiful souls, welcome back to my channel. What you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്. സോ ഇത് പ്രോബബ്ലി നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കാരണം അത് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആണ്, സൈക്കിക് മെസ്സേജ് ആണ്, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ കുറെ ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ സർവീസോ നിങ്ങളുടെ പേർപ്പസോ അങ്ങനെ അറിയപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ, അങ്ങനത്തെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഫെയിം അട്രാക്ട് ചെയ്യാൻ ഡിസേർവ് ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, കഴിവുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ മേ ബി ലൈക്ക് ചില ആളുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ടാലന്റ് ഉണ്ടായിരിക്കണം. പക്ഷെ അത് എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് മേ ബി അതായിരിക്കും നിങ്ങളുടെ വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്, അല്ലെ? സോ ചില ആളുകളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അറിയപ്പെടുന്നത്, നിങ്ങൾ അറിയപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപാട് വലിയ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ വലിയ ക്രൗഡിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥ, അതിന് പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നണം. സോ എക്സാക്ട്ലി അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാറ്റം. അല്ലെങ്കിൽ അതാണ് ഞാൻ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഇൻസൈറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് എ സൈക്കിക് മെസ്സേജ് ഐ എം ഗെറ്റിംഗ് ഫോർ യു. ഇത് ഒരുപാട് ആളുകൾ, ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഈ ഒരു വോയിസ് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്റെ വോയിസ് കേൾക്കുക എന്നുള്ളതല്ല, എന്റെ വോയിസിലൂടെ നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇത് നിങ്ങളെ ആർക്കൊക്കെയോ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആർക്കൊക്കെയോ ഒരു സപ്പോർട്ട് ആയിട്ടാണ് ഈ ഒരു വാക്ക് പറയുന്നത്. ആൻഡ് ഡോണ്ട് ടേക്ക് ആസ് മൈ വോയിസ്. ഇത് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പവർ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക. ബിക്കോസ് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾ പോകുന്ന അവസ്ഥ, ചില ആളുകൾ നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, ഇന്നലെ വരെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, എങ്ങനത്തെ ഒരു സറൗണ്ടിങ്ങിലാണ്, എങ്ങനത്തെ ഒരു ആളുകളുടെ കൂടെയാണ്, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സ്പോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്, എനർജി വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡസന്റ് മാറ്റർ. ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് നിങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരിക്കാം. സോ പറയാം, എന്റെ കഴിവ് ലോകം തിരിച്ചറിയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും എനിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്, എല്ലാ സോഴ്സും എനിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. എന്റെ കഴിവ് അത് വേണ്ട ആളുകളിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഒരു പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി ഘട്ടമായിരിക്കാം, അതായിരിക്കാം നിങ്ങൾ അത് ഡീൽ ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഒരുപാട് പ്രൗഡായിട്ട് തോന്നുക. കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, റിലേഷൻഷിപ്പ്, ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു ഫാമിലി സിറ്റുവേഷൻ, ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് അതിലേക്ക് നിങ്ങളുടെ എനർജി ഒരുപാട് സ്പെൻഡ് ചെയ്യാതിരിക്കാം. അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, അത് ഫീഡ് ചെയ്യാതിരിക്കുക. എക്സാക്ട്ലി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരാൾ മിസ് ചെയ്യുന്നുണ്ട്, അത് ഫീഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കാതിരിക്കാം. മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് ടാരോട്ട് റീഡിംഗ് അതിന് വേണ്ടിയിട്ട് കേൾക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് അനാവശ്യമായി ഫീഡ് ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, അത് ഈവൻ എന്റെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പിക്ക് ചെയ്യാം. ആസ് എ ടാരോട്ട് റീഡർ, മേ ബി ലൈക്ക് ഞാൻ നാളെ റിലേഷൻഷിപ്പ് റീഡിംഗ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ബട്ട്
അത് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, അത് ചെയ്യാതിരിക്കുക, അത് കേൾക്കാതിരിക്കുക. സ്റ്റോപ്പ് ഹിയറിംഗ് ദാറ്റ്, അത് കേൾക്കാതിരിക്കുക. നിങ്ങളുടെ പാത്ത് ഈ ഒരു സമയത്ത് ഇതാണ്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജ് ആണ്. ഇനി എന്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, എന്റെ ലൈഫിന് മാറ്റം വേണം, എന്റെ ലൈഫ് എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിക്കണം, എനിക്ക് ഗ്രോത്ത് ഉണ്ടാവണം, ഒരു ഹാപ്പിനെസ് ഉണ്ടാവണം എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ട ആളുകളാണ്, അങ്ങനത്തെ ഒരു സോൾ ആണ് നിങ്ങളെങ്കിൽ, നമുക്ക് ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിനൊരു ഫ്രീഡം കൊടുക്കുക. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. എവിടെയാണോ നിങ്ങൾ ഒരു ഫ്രീഡം കൊടുക്കാതെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത്, അല്ലെങ്കിൽ വേറെ കാര്യത്തിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരുപാട് നിങ്ങൾ സഫോക്കേറ്റ് ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, നിങ്ങൾ ഒരാള് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, ആ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. ആ വ്യക്തിയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വേണം ആ വ്യക്തിയുടെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്കാണ് ഒരു റെസ്പോൺസിബിലിറ്റി. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പോവാണ്, നിങ്ങൾ വഴി കാണുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നു, വഴി കാണുന്ന കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു, ആൻഡ് ഇത് ഈ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ഹെൽപ്ലെസ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്, അതിനൊന്നും പറയാൻ പറ്റുന്നില്ല, ആൻഡ് നിങ്ങളില്ലാണ്ട് അതിന് മൂവ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ വരണം, കാരണം നിങ്ങളുടെ ഹെൽപ്പ് അതിന് വേണം. അങ്ങനെയാണ് നമ്മുടെ സോളും ശരീരവും എന്ന് പറയുന്നത്. റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ആ ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങളുടെ സോൾ എത്തിക്കണം, നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം, ലൈഫിന്റെ കൂടെ നിങ്ങൾ മുന്നോട്ട് വരണം. ലൈഫ് നിങ്ങളുടെ ലൈഫിലെ സ്റ്റോറീസ് ചേഞ്ച് ആക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോവാൻ സാധിക്കണം. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കാരണം പല കാര്യങ്ങളും നമ്മൾ ഇമോഷണലി ആണ് എടുക്കുക. പക്ഷെ നിങ്ങൾക്ക് വോക്ക് ആവാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്? റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഹെൽപ്പ് യുവർ സെൽഫ്. സോ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യാം. നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ള അറിയില്ല, നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഫർമേഷൻ യൂസ് ചെയ്യുക. എന്താണ് ചെയ്യുക? എന്റെ സോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സന്തോഷമായിട്ട് വെൽക്കം ചെയ്യാണ്. എന്റെ ലൈഫിൽ എന്റെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ ഹയർ സെൽഫുമായി ബന്ധമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ സമാധാനത്തോടു കൂടി വിട്ടുകളയാണ്. എന്റെ ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പുതിയ അനുഭവങ്ങളും സിറ്റുവേഷനും ഞാൻ എന്റെ ലൈഫിൽ സന്തോഷപൂർവ്വം വെൽക്കം ചെയ്യാണ് എന്നുള്ളത് പറയാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പോളിഷ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയേണ്ടത്, അല്ലെ? സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഉണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് ഇതുപോലുള്ള വോയിസ് ആയിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി എപ്പോഴും നമുക്ക് ദൈവം നമ്മുടെ അടുത്ത് വന്നിട്ട് പറയില്ല, അല്ലെ? സോ ചില ആളുകളുടെ വാക്കിലൂടെ ആയിരിക്കാം. സോ ഞാൻ അങ്ങനെയാണെന്നല്ല പറയുന്നത്, എന്നെ പോലെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതോ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെന്നെങ്കിലും ആരുടെങ്കിലും അടുത്തുനിന്ന് കേൾക്കുന്ന എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ പേർപ്പസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ കഴിവുകൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഓത്തന്റിക് ആയിട്ടുള്ള വേർഷനിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഒരു ലൈറ്റ് അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മെസ്സേജ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഒബ്സർവ് ചെയ്യുക നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ. വേണ്ട കാര്യങ്ങൾ എടുക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ചില ആളുകളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഉണ്ടാവും ചില ആളുകൾക്ക്. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പല കാര്യങ്ങളും
ഈ ഒരു സമയത്ത് താല്പര്യം തോന്നുന്നുണ്ടായിരിക്കണം. ഏതിലേക്ക് പോകണം, എങ്ങനെ പോകണം, ഏത് വഴി ചൂസ് ചെയ്യണം, ആര് ചൂസ് ചെയ്യണം എന്നുള്ള പല പല കൺഫ്യൂഷനിലായിരിക്കാം നിങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം അല്ലെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ചില കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കാതിരിക്കുക. സോ ഇൻസ്റ്റീഡ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുക. ലൈഫ് പുതിയ പുതിയ കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് പുതിയ ജോബ് ആയിരിക്കാം, പുതിയ പ്ലേസ് ആയിരിക്കാം, പുതിയ ചലഞ്ച് ആയിരിക്കാം. ഓക്കെ, ചില സമയത്ത് നമുക്ക് ചലഞ്ച് നമ്മളുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് പുതിയൊരു ചലഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ സ്ട്രഗിൾ എന്റെ ലൈഫിൽ ഉണ്ടാവുകയാണ്, എന്റെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു ചലഞ്ച്, എല്ലാം സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു, ബട്ട് ഓൾ ഓഫ് സഡൻ പുതിയൊരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, യു നീഡ് ദിസ് ടു എക്സ്പാൻഡ് യുവർ സോൾ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക എവിടേക്കാണ് നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് മേ ബി ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇത്ര കാലം എങ്ങനെ പോയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല. ഈ ഒരു സമയം നിങ്ങൾ പുതിയ പുതിയ കാര്യത്തിലേക്ക് വരാണ്. അത് പ്രോബബ്ലി നിങ്ങളുടെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, താല്പര്യങ്ങള്, ഹാബിറ്റ്, നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ക്ലെൻസ് ചെയ്തുകൊണ്ട് വരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യങ്ങളിലേക്കാണ്. ഓൾറൈറ്റ്, സോ എന്തൊരു കാര്യത്തിന്റെ ഒരു ലൈറ്റ് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയും നമ്മുടെ ലൈഫിന് ഓരോരോ പേർപ്പസ് ഉണ്ട്, നമ്മുടെ സോളിന് ഓരോ പേർപ്പസ് ഉണ്ട് എന്നുള്ളത് അല്ലെ. ഓരോ ടൈമിൽ ഓരോ പേർപ്പസ് ഡെഫിനറ്റ്ലി നമ്മുടെ സോളിന് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങളുടെ സോളിന്റെ ഒരു പേർപ്പസിന്റെ ഒരു പാത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു പേർപ്പസ് എന്താണ്, ആ ഒരു ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പാത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള കാര്യങ്ങളിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക. അവിടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, ചാലഞ്ച് ഉണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു സ്റ്റേജില് എക്സാക്ട്ലി ഈ ഒരു ടൈം നിങ്ങളുടെ ചില ആളുകള് കുറെ വർഷമായിട്ട് പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, ചില ആളുകൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. അങ്ങനത്തെ ഒരു ടണലിൽ നിന്ന് ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു എൻഡിലേക്ക് വരികയാണ്. അതാണ് നിങ്ങൾക്ക് ഒരു വെളിച്ചം ഉണ്ടാവുന്നത്. നമ്മള് കുറെ ഇരുട്ടത്തിൽ കൂടെ നടന്നിട്ട് അവസാനം നമ്മൾ വെളിച്ചം കാണാന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ ആ ഒരു പേർപ്പസിലൂടെ നടക്കുകയായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങള്, എക്സ്പീരിയൻസ് ചെയ്യേണ്ട പല പല കാര്യങ്ങളിലൂടെ നിങ്ങൾ വന്ന് ആ ഒരു പേർപ്പസിന്റെ ഒരു എൻഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാണ്. അതാണ് നിങ്ങൾക്കൊരു ലൈറ്റ് ഉണ്ടാവുന്നത്, ഒരു സ്പെഷ്യൽ ലൈറ്റ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ചില ലൈഫ് സിറ്റുവേഷന്റെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, റീച്ച് ആവാൻ പോവാണ്. ഓൾറൈറ്റ്, സോ മേ ബി ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു പുതിയൊരു ബർത്ത് ആയിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള പുതിയൊരു തിരിച്ചറിവായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം അത്. ഓൾറൈറ്റ്, സോ ഈ സമയത്ത് നിങ്ങളെ പിടിച്ചു നിർത്തുന്ന, നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ എഫേർട്ട്, എനർജി പിടിച്ചു നിർത്തുന്ന, കുറച്ച് സമയമായിട്ട് പിടിച്ചു നിർത്തുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഹെൽപ്പ് യുവർ സെൽഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അതിന്റെ ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കാലം പോയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ആണ്. സോ മാഗ്നറ്റ് പോലെ ആ ഒരു പഴയ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ലൈക്ക് നിങ്ങൾ ഓൾറെഡി ആ ഒരു വെളിച്ചം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ഇതിനു മുൻപ് തന്നെ പോയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെ. സോ എന്തൊരു കാര്യം നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത്. സി മേ ബി ലൈക്ക് ചിലത് നിങ്ങൾ പേടിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല കാര്യങ്ങൾ. ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടാവണം, ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ റിലേറ്റ് ചെയ്യുക. ഐ ഡോണ്ട് നോ ഇത് എത്രമാത്രം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ടു ഇൻറ്റൻസ്. ഹാർമണി. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കണക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങള് ചില ആളുകൾ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തപ്പെടുന്നത്
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ആണ് അവിടെ കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക. ഓക്കെ, പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് കൊടുക്കുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷനൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഇനി കൊടുക്കാതിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ ഒരു സമയം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു സമാധാനം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് സ്ലോലി സ്റ്റാർട്ട് ചെയ്തു വരാം. ഈവൻ നിങ്ങൾക്ക് വളരെ കുറച്ചായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തു വരിക. എല്ലാം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അവിടെ ഇവിടെയും കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട്, നിങ്ങളുടെ പേർപ്പസിനെ പറ്റി, നിങ്ങളുടെ പാഷനെ പറ്റി, നിങ്ങളുടെ താല്പര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, what you need to hear right now, wisdom. Okay, so അറിവിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തിനാണ് ഇങ്ങനെ അറിവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? എക്സ്പീരിയൻസ് നിങ്ങൾ പഠിക്കുക കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങളുടെ ലൈഫ്, റിലേഷൻഷിപ്പ് ഓർ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവാണ് അതിന്ന് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ അതെന്താന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചില ആളുകൾ ഉണ്ടാവും, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കാണ്ട് പോകുന്ന ആളുകളുണ്ട് അല്ലെ. സോ നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻ ഓൾറെഡി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വിസ്ഡം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം, ചില ആളുകൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം നിങ്ങളുടെ ഒരു വിസ്ഡം എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയുന്ന ചില മൊമെന്റ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുതരുന്ന എന്തൊക്കെയോ ഒരു മൊമെന്റ് ആണ്. റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ചില കണക്ഷൻസ് ഒരു ഗുഡ് ബൈ പറയേണ്ട ഒരു മൊമെന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ യാത്ര പറയാണ്. കാരണം എന്താണ്, നിങ്ങൾ പോകുന്ന ഒരു ഇത്ര സമയമായിട്ട് നിങ്ങൾ പോകുന്ന ഒരു സോൾ ജേർണി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ജേർണി, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ലെസൺ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. സോ അത്ര കാലമായിട്ട് അവിടെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകള്, സിറ്റുവേഷൻ, നിങ്ങളുടെ ഹാബിറ്റ്, നിങ്ങളെ എന്താണോ ഇത്ര കാലം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ വേർഷനൊക്കെ അവിടെ ഇട്ട് വരേണ്ടതായിട്ടുണ്ട്. എടുക്കാൻ പറ്റില്ല. ചില പ്ലേസിൽ പോകുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അല്ലെ. സോ അവിടെ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവ്, നിങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത്, നെക്സ്റ്റ് പേജിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് എല്ലാം അവിടെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ വിട്ടിട്ട് വരേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു സ്ട്രഗിൾ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് മാഗ്നറ്റ് പവർ, അത് റിലേഷൻഷിപ്പിലായിരിക്കാം, കണക്ഷനിലായിരിക്കാം. നിങ്ങൾ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചില ആളുകളെ അടുത്തുനിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ചില കണക്ഷൻസ് മൂവ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? സോ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ കാരണം നിങ്ങള് ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനി നിങ്ങളുടെ ലൈഫിന്റെ സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെയൊന്നല്ല വരുന്നത്. നിങ്ങൾ എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ടാലന്റ്, നിങ്ങൾ ചില കാര്യങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു വരുന്നു. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ഓവർകം ചെയ്തു വരുന്ന സമയത്താണ് നിങ്ങൾക്ക് സർവീസിലേക്ക് കിടക്കാൻ പറ്റുക, നിങ്ങളുടെ ഒരു ജെന്യൂൻ സർവീസ്. അതല്ലാതെ ചില ആളുകളുണ്ട്, എനിക്ക് ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കൗൺസിലിംഗ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം, അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി മെസ്സപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ അവർക്ക് ഓൾറെഡി ആ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്, എനിക്ക് മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇതുപോലെ സർവീസ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ ആദ്യം നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു തോന്നല്, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേർപ്പസിന്റെ അതിന്റെ ഇന്റൻസിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യാതിരിക്കാം, നിങ്ങൾ അതൊരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാതിരിക്കാം, നിങ്ങൾ ആളുകളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അൺലെസ് നിങ്ങൾ പോകുന്ന ഒരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാതെ.
സോ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് മനസ്സിലാക്കി അവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അവിടുന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഒരു റിയൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിയൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുക. സർവീസിലേക്കൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആർക്കും പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു അറിവെന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അത് പ്രോബബ്ലി നിങ്ങൾക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആസ്ക് യുവർ സെൽഫ്. സോ എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഷാഡോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, ബിക്കോസ് എസ്പെഷ്യലി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് എന്താ, നിങ്ങളുടെ കഴിവ് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു വർക്ക് വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളുടെ ആ ഒരു കഴിവ് ഷാർപ്പൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില കഴിവുകളുണ്ട്, ലൈക്ക് പെയിന്റിങ് ചെയ്യുന്നതായിരിക്കാം, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന ആളുകളായിരിക്കാം, പാട്ട് പാടുന്ന ആളുകളായിരിക്കാം. സോ നിങ്ങളുടെ കഴിവ് ഷാർപ്പൻ ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ്. അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സിവിൽ സർവീസിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. വാട്ട് യു നീഡ് ടു ഡു, യു നീഡ് ടു ഷാർപ്പൻ യുവർ നോളേജ്. പഠിക്കണം, റൈറ്റ്? കൺസിസ്റ്റൻസി വേണം. അതിന് നമുക്ക് എന്ത് ചെലവാണുള്ളത്? നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും ചെലവുണ്ടോ? സോ മേ ബി ലൈക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് വേണം. നിങ്ങൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അതിൽ റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാഷിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ജനറേഷനിലാണ് ജീവിക്കുന്നത്. എന്ത് ഇൻഫർമേഷൻ നമ്മൾ നോക്കുന്നു അതൊക്കെ നമ്മളുടെ കയ്യിൽ വന്നെത്ത് അല്ലെ. ആ ഒരു സെക്കൻഡ്സിൽ നമുക്കത് ഉണ്ടാവും. ആ ഒരു സെക്കൻഡ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എന്താണ് ഈ സമയത്ത് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ബിക്കോസ് യു ഹാവ് എ ഹ്യൂജ് സക്സസ് ഇൻ യുവർ ലൈഫ്. It's not success. It is your spiritual success, spiritual transformation, your financial transformation. Your life is gonna change. So help yourself. ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു പേരിൽ നിങ്ങൾ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ, വെറുതെ നമ്മൾ ജീവിച്ചു പോവാന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടില്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫിക്കൽട്ട് സ്റ്റേജില് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും പോവാം. ഒരാളെ മിസ് ചെയ്ത്, ഒരാളെ പറ്റി സങ്കടപ്പെട്ട്, ചില കണക്ഷനിലേക്ക് വന്നിട്ട് ആ ഒരു കണക്ഷന്റെ പേരും പറഞ്ഞ് റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു പോവാം. ഇതൊന്നല്ല ലൈഫിന്റെ ഇന്റൻഷൻ. ആരാണ് എന്റെ സോൾമേറ്റ്, ആരാണ് എന്റെ ട്വിൻ ഫ്ലെയിം, ഇത് കണ്ടുപിടിക്കലല്ല നമ്മളുടെ ഇന്റൻസ്. ഇത് കണ്ടുപിടിക്കലല്ല നമ്മളുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ യെസ് ഡെഫിനറ്റ്ലി ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമായി പോകേണ്ട കാര്യമാണ്. ചില ആളുകൾക്ക് ലോങ് ആയിട്ട് ചില സിറ്റുവേഷനിൽ കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ കണക്ഷൻ പീപ്പിൾ. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള കണക്ഷൻ വീണ്ടും വരും. റിയൽ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ അക്നോളേജ് ചെയ്യും. റെക്കഗ്നൈസ് ചെയ്യും. സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് ചില കണക്ഷന്റെ പേരിലാണ്, അതുപോലത്തെ ഒരു ആളുകൾ കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ഷുവർ ഓക്കെ ദിസ് ഇസ് മൈ സോൾമേറ്റ്, ദിസ് ഇസ് മൈ ട്വിൻ ഫ്ലെയിം, അത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിനെ കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, ആ വ്യക്തിയെ കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. അത് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ അതും വരേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലാതെ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമല്ല. ഓക്കെ, സോ നിങ്ങൾ എന്താ എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മേലെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. സോറി ഇഫ് ഐ എം ബീങ് റൂഡ്, ബട്ട് ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. എന്റെ വോയിസ് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിട്ടോ, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നിങ്ങളെടുത്ത് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിവൈൻ മെസ്സേജ്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് മീ, ഞാനല്ല പറയുന്നത്, ഇത് നിങ്ങൾക്ക് ആരൊക്കെ ഉള്ളൊരു മെസ്സേജ് ആണ്. സോ ഐ എം സോറി ഇഫ് ഐ വാസ് റൂഡ്. A big hug for all of you. Okay, so lot of love. സോ നിങ്ങൾ ഹെൽപ്പ് യുവർ സെൽഫ് ഇങ്ങനത്തെ പ്ലേസിലേക്ക് വരാൻ. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ്
a big hug, a tight hug. Good night.